ലഹരിയുടെ നീരാളിപ്പിടുത്തം പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഈ റാഗിംഗ് ഇഷ്യൂസ്. അതുമായി ബന്ധപ്പെട്ടൊരു ഒരു കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്നൊക്കെയാണ് ഇത്ര കോട്ടയത്തെ റാഗിംഗ് നമ്മൾ ഓർക്കുന്നില്ലേ, എത്ര ക്രൂരമായ പീഡനത്തിനാണ് വിദ്യാർത്ഥി ഇരയായത് എന്നുള്ളത്. അപ്പോ ഈ സംഭവത്തിന് ശേഷം ആരോഗ്യവകുപ്പ് കർശനമായ നടപടികളിലേക്ക് പോകുന്നു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിന് വേണ്ടി കുട്ടികൾക്ക് പരാതി അയക്കാൻ ഒരു ഇമെയിൽ സംവിധാനം, കൂടാതെ CCTV നിരീക്ഷണം, ഇതൊക്കെ ഓരോ കോളേജിലും ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നു. വിദ്യാർത്ഥികളെ കണ്ടെത്തി നടപടി സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. കോളേജ് തലം മുതൽ മെഡിക്കൽ വിദ്യാഭ്യാസ തലത്തിൽ വരെ ആന്റി റാഗിംഗ് സെൽ രൂപീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ റിപ്പോർട്ട് കാണാം നമുക്കിനി. കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിന് സമാനമായ റാഗിംഗ് ആവർത്തിക്കാതിരിക്കാനാണ് ആന്റി റാഗിംഗ് പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പുതിയ നിർദ്ദേശങ്ങൾ. റാഗിങ്ങിനെതിരായ ബോധവൽക്കരണ ക്ലാസ്സിൽ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കണം. അധ്യയന വർഷം ആരംഭിച്ച് ആദ്യ 6 മാസത്തിൽ കുറഞ്ഞത് 3 ആന്റി റാഗിംഗ് ക്ലാസുകൾ നടത്തണം. കോളേജുകളിലും ഹോസ്റ്റലുകളിലും റാഗിംഗ് നടത്തിയാലുള്ള ശിക്ഷയെക്കുറിച്ചും ആന്റി റാഗിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ ഫോൺ നമ്പറുകളും പ്രദർശിപ്പിക്കണം. 1ാം വർഷ വിദ്യാർത്ഥികൾക്കിടയിൽ രഹസ്യ സർവേ നടത്തണം. എല്ലാ കോളേജുകളും റാഗിംഗ് തടയാൻ ഒരു തനത് കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണം. സ്ക്വാഡുകൾ രൂപീകരിച്ച് ഹോസ്റ്റലുകൾ, ബസ്സുകൾ, ക്യാന്റീനുകൾ, ഗ്രൗണ്ടുകൾ, ക്ലാസ് മുറികൾ, വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സൂക്ഷ്മ പരിശോധന നടത്തണം. പ്രശ്നക്കാരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി നടപടിയെടുക്കണം. CCTV നിരീക്ഷണം ശക്തമാക്കണം. ആന്റി റാഗിംഗ് സെല്ലിനായി ഇമെയിൽ അഡ്രസ് രൂപീകരിച്ച് വെബ്സൈറ്റിലും കോളേജിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രദർശിപ്പിക്കണം. റാഗിംഗ് സംബന്ധമായ സ്ഥിതിവിവരക്കണക്ക് എല്ലാ മാസവും 5-ന് കോളേജുകൾ വകുപ്പിനെ അറിയിക്കുകയും ഈ കണക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ 10-ന് പ്രസിദ്ധീകരിക്കുകയും വേണം. റാഗിംഗ് പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും തടയുന്നതിലും പരാജയപ്പെട്ടാൽ പ്രിൻസിപ്പലിനെതിരെ റാഗിംഗ് പ്രേരണാ കുറ്റം ചുമത്തുമെന്നും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിൽ പറയുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നഴ്സിംഗ് കോളേജുകളിലാണ് നിർദ്ദേശങ്ങൾ ആദ്യം നടപ്പാക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.